حية بضيوف وبجمع قد تحيا. أطفال ومواهب تهديكم هدية بخالص التحية. معطرة زكية تهدى بالسلام. أطفال ومواهب تهديكم هدية بخالص التحية. معطرة زكية تهدى بالسلام. تهدى بالسلام. أطفال ومواهب تهديكم هدية بخالص التحية. معطرة زكية تهدى بالسلام. أطفال ومواهب تهديكم هدية بخالص التحية. معطرة زكية تهدى بالسلام. تهدى بالسلام. Welcome, everybody come, welcome, welcome to the party, come, welcome, welcome, everybody come, welcome, welcome to the party, come, welcome, 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 എക്സ്പീരിയൻസ് ആക്ടിവിറ്റീസ് പല പല അനുഭവങ്ങളോട് കൂടിയാണ് അവർ ഓരോ കാര്യങ്ങളും പഠിച്ചെടുക്കുന്നത്. ഒരു കാര്യം എനിക്ക് പ്രത്യേകം പറയാനുള്ളത്, പാരൻസും ആ ഒരു കാര്യം ഫോളോ ചെയ്യണം. അവർക്ക് പറ്റുന്ന തരത്തിലുള്ള ഈ ഒരു പ്രായത്തിലാണ് കുട്ടികളെല്ലാം ഗ്രാസ്പ് ചെയ്തെടുക്കുന്നത്. അവർ ഏറ്റവും അധികം കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരു പ്രായമാണ് ഈ LKG to 2nd സ്റ്റാൻഡേർഡ്. ഇനി അവർ ഒരു സ്റ്റെപ്പ്, ഇപ്പം ഈ സ്റ്റെപ്പിലേക്ക് നമ്മൾ KGയുടെ ടീച്ചേഴ്സ് അവർ റെഡിയാക്കി അവർ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്ക് അയക്കുമ്പോൾ അവർ ഒരുപാട് പുതിയ കാര്യങ്ങൾ പഠിക്കും. ഒരുപാട് പുതിയ അഡ്വഞ്ചേഴ്സിലേക്ക് അവർ കടന്നു പോകും. ഒരുപാട് പുതിയ പുതിയ നേട്ടങ്ങൾ അവർ കൈവരിക്കും. അപ്പൊ അതിനു വേണ്ടിയിട്ട് അവർ തയ്യാറാക്കിയത് നമ്മൾ KG ടീച്ചേഴ്സാണ്. അത് നിങ്ങളും മാതാപിതാക്കളും ഗ്രാൻഡ് പാരൻസും എല്ലാം അടങ്ങുന്ന സാധിക്കും. അതും ഒരു സ്പെഷ്യൽ ഗവൺമെന്റ് ആക്ട് ഇതൊക്കെ ധരിച്ചു ഇവിടെ വന്ന് ഏറ്റുവാങ്ങുമ്പോൾ നിങ്ങൾ കൺകുളിർക്ക് മനസ്സ് നിറയെ സന്തോഷിക്കാം. ഇത് തുടക്കം, ചെറിയ തുടക്കം, പക്ഷേ ഇത് വലിയ കാര്യത്തിൻ്റെ ആരംഭമാണെന്ന് മനസ്സിലായി. നാളെ ഈ മക്കൾ അങ്ങ് ഓക്സ്ഫോർഡിലും കാംബ്രിഡ്ജിലും ഹാർവാർഡിലും പോയി പഠിച്ച സ്ഥലങ്ങൾ വാങ്ങുന്ന കുട്ടികളായി മാറണം. അവിടെ നിങ്ങൾ ആ ചടങ്ങിൽ പങ്കെടുക്കാൻ നിങ്ങൾക്ക് കഴിയണം. കഴിയുമെന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ട് മാറും. കാരണം ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ രക്ഷാകർത്താക്കളോടല്ല ഞാൻ സംസാരിക്കുന്നത്. ജസ്റ്റ് എഡ്യൂക്കേഷൻ സ്റ്റാർട്ടഡ് ഒരു ചെറിയ കുട്ടിയുടെ മാതാപിതാക്കൾ അതിലുണ്ട്. ആ മക്കളെ നിങ്ങൾ വിചാരിക്കുന്ന ലെവലിൽ എത്താൻ പറ്റും. അതിന് പറ്റിയ ഉപദേശങ്ങളാണ് സജിമ മാം നിങ്ങൾക്ക് തന്നത്. നെപ്പോളിയൻ ഒരു വാക്ക് പറഞ്ഞു, നിങ്ങൾ എനിക്ക് ഒരു നവജാത ശിശു കുട്ടിയെ, ആ കുട്ടി അറബിയോ അനറബിയോ, ഒരു പണ്ഡിതന്റെയോ പാവനന്റെയോ കർത്തവന്റെ വെളുത്തവന്റെ ആരുമായിക്കോ ഒരു നല്ലൊരു കുട്ടിയെ തരിക. ഒപ്പം എനിക്ക് നല്ല ഒരു അമ്മയെ കൂടി തന്നാൽ വേൾഡ് ലീഡർ, ലോക നേതാവാക്കി മാറ്റാൻ പറ്റും. എന്റെ പ്രിയപ്പെട്ട രക്ഷാകർത്താക്കളെ, ഇത് തന്നെ എനിക്ക് നിങ്ങളോട് പറയാം. നിങ്ങൾ ഈ കഴിവിടെ കണ്ട കുട്ടികൾ, നിങ്ങളുടെ മക്കളെ നാളെ ലോക രാജാക്കന്മാരാക്കി മാറ്റാൻ പറ്റും സംശയമില്ല. ഒരു 10, 23, 25 വയസ്സെത്തുമ്പോഴേക്കും അവരായിത്തീരും. അങ്ങനെ ആകണമെങ്കിൽ വലിയ ആഗ്രഹം, തീവ്രമായ ആഗ്രഹം, അതോടൊപ്പം നിങ്ങളുടെ നിതാന്ത ജാഗ്രത, ശ്രദ്ധ, സ്ഥാപനവുമായി ബന്ധം, ടീച്ചേഴ്സുമായിട്ട് നല്ല ബന്ധം, കുട്ടികൾക്ക് വേണ്ടി സമയം ചെലവഴിക്കും. I would like to invite our MD Dr. T.P. sir, a well-known personality known for his passion to achieve goals. I request our T.P. sir for inaugural address.
നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൻ്റെ ആദ്യഘട്ടം ഇന്ന് പൂർത്തീകരിച്ച് അവർക്ക് ഗ്രാജുവേഷൻ നൽകിക്കൊണ്ട് അവരുടെ അടുത്ത വിദ്യാഭ്യാസ തലങ്ങളിലേക്ക് കടന്നയക്കുന്ന ഒരു ദിവസമാണ്. ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ എല്ലാവർക്കും അവരുടെ മക്കൾ പ്രധാനമാണ്. എല്ലാവർക്കും അവരുടെ മക്കൾ സ്നേഹനിധികളാണ്. എല്ലാവർക്കും അവരുടെ മക്കൾ ഉയർന്ന തലങ്ങളിൽ എത്തണമെന്ന് ആഗ്രഹിക്കുന്നവർ. അവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിൽ നമ്മളിപ്പോൾ എത്ര പ്രസംഗം കേട്ടാലും എത്ര സ്വയം പറഞ്ഞു കഴിഞ്ഞാലും മാറാത്ത ഒരു സംഗതി, നമ്മൾ അടുത്ത വീട്ടിലെ കുട്ടിയോട് അല്ലെങ്കിൽ അടുത്ത ബന്ധുവിൻ്റെ കുട്ടികളോട് സഹോദരിയുടെ കുട്ടികളോട് ചേർത്തുകൊണ്ട് താരതമ്യ പഠനം നടത്തുന്ന ഒരു രീതി, അത് നിർബന്ധമായും ഒഴിവാക്കേണ്ടതാണ് എന്ന് പല പ്രാവശ്യം നമ്മളോട് തന്നെ പറഞ്ഞാൽ ചില സമയങ്ങളിൽ അത് പിന്നെയും കൂടി വരും. എല്ലാ കുട്ടികൾക്കും യുണീക്കായ കഴിവുകളുണ്ട്, വ്യത്യസ്തമായ കഴിവുകളാണ്. അതുകൊണ്ട് തന്നെ ഒരു കുട്ടിയുടെ കഴിവിനെ മറ്റൊരു കുട്ടിയുടെ കഴിവുമായി ഒരിക്കലും താരതമ്യപ്പെടുത്താൻ പാടില്ല. അങ്ങനെ താരതമ്യപ്പെടുത്തുമ്പോൾ നമ്മൾ ചെയ്യുന്നത് അവനവന്റെ കുട്ടിയെ അവന്റെ കഴിവിനെ അംഗീകരിക്കില്ല എന്നുള്ളതാണ്. ആ അംഗീകരിക്കുന്നത് കൊണ്ട് മാത്രമാണ് അവനവന്റെ കുട്ടിയെ അവനവന്റെ മേഖലയിലേക്ക് എത്തിക്കാൻ സാധിക്കൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ കോവിഡിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലുണ്ട്. ആ മാറ്റങ്ങളോടൊപ്പം സഞ്ചരിക്കാനാണ് സീൽ ക്ലാസ് സ്കൂളും എൻ്റെ ഗ്രൂപ്പും മുൻകൈ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. അതിൽ പ്രധാനമായും ഞങ്ങൾ കഴിഞ്ഞകാല പഠനങ്ങളിൽ വളരെ സ്കോളേഴ്സായിട്ടുള്ള ആളുകളുമായി സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. അതിനെ 4 ഈകളാക്കി ഞങ്ങൾ തിരിക്കുകയാണ്. ഒന്ന്, ഇനിയുള്ള വിദ്യാഭ്യാസം ആദ്യത്തെ ഈ എൻക്വയറി എന്നുള്ളതാണ്. അന്വേഷണാത്മകമായ പഠനത്തിലേക്ക് കുട്ടികളെ കൊണ്ടുവരിക. നേരത്തെ സജ്ജമായി സൂചിപ്പിച്ചതുപോലെ കുട്ടികൾ ചോദിക്കട്ടെ, എന്തും ചോദിക്കട്ടെ, വിഡ്ഢിത്തരം ചോദിക്കട്ടെ, ഉത്തരം പറയാൻ രക്ഷിതാക്കളും അധ്യാപകരും തയ്യാറാവും. തെറ്റ് ഉത്തരം തെറ്റാവരുത് എന്ന് മാത്രം. അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പഠിപ്പിക്കാൻ നമുക്ക് സാധിക്കും. രണ്ടാമത്തത് അവരെ എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ വളരെ ചുരുക്കി പറയുക. രണ്ടാമത് ഈ എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളതാണ്. ആ ചോദ്യങ്ങളെ എക്സ്പീരിയൻസ് കൊണ്ട് ഉത്തരം നൽകുക, അവർ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് പഠിപ്പിക്കുക എന്നുള്ളതാണ്. മൂന്നാമത് ഈ എന്ന് പറയുന്നത് എൻഹാൻസിംഗ് ആണ്. ഈ പറയപ്പെടുന്ന വിവരങ്ങളെയൊക്കെ അവർക്ക് എന്തൊക്കെ രൂപത്തിൽ മുതൽക്കൂട്ടാക്കി വിദ്യാഭ്യാസ സമ്പ്രദായത്തെ നമുക്ക് അവരിലേക്ക് അടുപ്പിക്കാൻ പറ്റുമോ അതൊക്കെ ചേർത്ത് കൊടുക്കുക. അതാണ് സീൽ ക്ലാസ് കൊണ്ട് ചെയ്യുന്നത്, അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത്. Next is our prize distribution program for Spell Bee competition. Spell Bee competition is a fun activity conducted for the UKG students. First, Amar Abdikader. Spell Bee competition scored full marks. All the children those who got only full marks are given the prizes. This is their third round. There were 23 rounds and the final winners. Next is Zahra Mujib. Next, Shahid Yu from UKG A. Mohammad Zayan P, UKG A. Alia Tarkis. UKG B, Abdul Malik. UKG C, Adiba. UKG C, Mohammed Saeed. Saeed
UKG's D. Mohammed TP. Izan, UKG D. Next, Aisha, Haifa. Next is Tamar, awaited graduation ceremony of UKG A. I request the students to come up on the stage. I want to become teacher.
walk, share. I want to be like my father. Woman one. Good morning, Good morning, all of you. My name is Mohammed Mansan.
मुझ में कहीं बाकी थोड़ी सी है जिंदगी, जगी धड़कन नहीं, जाना जिंदा हूँ मैं तो अभी। कुछ ऐसी लगन इस लम्हे में है, ये लम्हा कहाँ था मेरा, अब है सामने इसे छू लूं जरा, मर जाऊं या जी लूं जरा, खुशियाँ चूम लूं या रो लूं जरा, मर जाऊं या जी लूं जरा। हो अभी मुझ में कहीं बाकी थोड़ी सी है जिंदगी। धूप में जलते हुए तन को छाया पेड़ की मिल गई, रूठे बच्चे की हंसी जैसे फुसलाने से फिर खिल गई। कुछ ऐसा ही अब महसूस दिल को हो रहा है, बरसों के पुराने जख्म पे मरहम लगा सा है। कुछ ऐसा रहम इस लम्हे में है, ये लम्हा कहाँ था मेरा, अब है सामने इसे छू लूं जरा, मर जाऊं या जी लूं जरा, खुशियाँ चूम लूं या रो लूं जरा, मर जाऊं या जी लूं जरा। डोर से टूटी पतंग जैसी थी ये जिंदगानी मेरी, आज हूँ कल हो मेरा ना हो, हर दिन थी कहानी मेरी। एक बंधन नया पीछे से अब मुझको बुलाए, आने वाले कल की क्यों फिक्र मुझको सता जाए। एक ऐसी चुभन इस लम्हे में है, ये लम्हा कहाँ था मेरा,
നല്ലൊരു ഭാഗത്താണ് ഞാനിപ്പോൾ പറയാൻ മാറ്റുന്നത്. ദാറ്റ് ഇസ് ഗ്രാറ്റിറ്റ്യൂഡ്. ഇപ്പോൾ എല്ലാ കാര്യത്തിനും ഗ്രാറ്റിറ്റ്യൂഡാണ് ഏറ്റവും നല്ലൊരു വെർച്യൂ. നമ്മൾ എന്ത് കിട്ടിയാലും അതിനൊരു ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. സോ ഐ താങ്ക് ഈച്ച് ആൻഡ് എവറി വൺ from all of us on the dais and all the parents for giving your support and being here with us for this special day of the KG students. The graduation day പറഞ്ഞാൽ എന്താ ഇമ്പോർട്ടൻസ് പറഞ്ഞാൽ ആ പ്രീ സ്കൂൾ ഒരു മദർലി ടച്ച് ഉള്ള ഒരു ആ ഒരു ഇതുണ്ടാകുന്ന അവരെ വിങ്സും പറപ്പിച്ചിട്ട് അവർ they are going to the school level. They are going to open their horizons. ഒരു പുതിയ ലോകം, പുതിയ hopes and possibilities ആണ് അവർക്ക് തുറന്നിട്ടുള്ളത്. Reminds me of Eleanor Roosevelt's words, the future belongs to those who believe in the beauty of their dreams. നമ്മുടെ കുഞ്ഞു മക്കൾ നല്ല ഡ്രീംസ് ഡ്രീം ചെയ്യട്ടെ, നല്ല ഓരോ എത്തട്ടെ. This is my prayer and my blessings with lots of love to my little ones.